Hi students, നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആകുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നോക്കിയട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If the probability that an item produced by a certain machine will be defective is 0.01, show that the probability that a random sample of 100 item is selected from the total output contains not more than one defective item is 2/e. അതായത് ഒരു certain കമ്പനിയിലെ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി, അപ്പം ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്കകത്ത് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മെഷീൻ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി 0.01 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി 0.01 എന്ന് വെച്ചാൽ അവിടെ പി യുടെ വാല്യൂ ആണ് 0.01 തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് തെളിയിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഷോ ദ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡം സാമ്പിൾ ഓഫ് 100 ഐറ്റംസ്. ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനിൽ നിന്ന് നമ്മൾ സാമ്പിൾ ആയിട്ട് എത്ര ഐറ്റം എടുക്കുന്നു? 100 ഐറ്റംസ് എടുക്കുന്നു. സെലക്ടഡ് ഫ്രം ദ ടോട്ടൽ ഔട്ട്പുട്ട്, മൊത്തം ഔട്ട്പുട്ട്, മൊത്തം കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനിൽ നിന്നും സാമ്പിൾ ആയിട്ട് നമ്മൾ 100 ഐറ്റംസ് എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്ൻ നോട്ട് മോർ ദാൻ വൺ ഡിഫക്റ്റീവ് ഐറ്റം ഈസ് 2/e. അപ്പൊ നമ്മൾ മൊത്തം 100 സാമ്പിൾസ് എടുത്താൽ അതിൽ ഒന്നിൽ കൂടുതൽ ഐറ്റം ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/e ആണ് തെളിയിക്കണം. ഒന്നിൽ കൂടുതൽ ഐറ്റം ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നോ അതിൽ താഴെയോ, അപ്പൊ ഒന്നോ അല്ലെങ്കിൽ 0, ഒരെണ്ണം പോലും ഡിഫക്റ്റീവ് അല്ലാത്ത കേസുകൊണ്ട് ഒരെണ്ണം മാത്രം ഡിഫക്റ്റീവ് ആവുന്ന കേസുണ്ട്. ആ രണ്ട് സിറ്റുവേഷൻ മാത്രമാണ് വരുന്നത് എങ്കിൽ ആ രണ്ട് സിറ്റുവേഷൻ വരാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയട്ടെ. അവിടെ നമ്മുടെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ഐറ്റംസ്, അതായത് നമ്മുടെ 100 ഐറ്റംസിലല്ലേ നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ആ 100 ഐറ്റം സാമ്പിൾ എടുക്കുന്നതിനകത്തുനിന്ന് ഡിഫക്റ്റീവ് ഐറ്റത്തിന്റെ എണ്ണത്തിനെ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു എക്സ് എന്ന് പറയുന്നത് എന്ത് ഫോളോ ചെയ്യുന്നെന്ന് പറയുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് എടുക്കുന്നു. അപ്പം ബീഡിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അപ്പൊ എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് എടുക്കുന്നു. അവിടെ n is equal to 100 ആണ്, പ്രോബബിലിറ്റി p is equal to 0.01 ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ നോക്കിയേ, n ലാർജ് ആണ് അല്ലെ, പക്ഷെ p സ്മോൾ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് n ലാർജ് ആണ് പക്ഷെ പ്രോബബിലിറ്റി സ്മോൾ ആണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനകത്ത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല അപ്ലൈ ചെയ്ത്, അങ്ങനെയുള്ള സിറ്റുവേഷനകത്ത് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കുറച്ചും കൂടെ കംഫർട്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണം. അപ്പം p is equal to 0.1 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നു? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇവിടെ nb is equal to എന്താണെന്ന് അറിയാം? ലാംഡ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ nb is equal to ലാംഡ, n ന്റെ വാല്യൂ 100 ആണ് അല്ലെ, p യുടെ വാല്യൂ 0.01 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു. അപ്പൊ ലാംഡ is equal to എത്ര കിട്ടി? 1 കിട്ടി. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടുത്തെ പാരാമീറ്റർ ആണ് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മളിതാ ഇങ്ങനെ എഴുതുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുക്കുന്നു, അതേ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം, ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയലാണ്. എക്സിന്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ലാംഡയ്ക്ക് എത്ര കൊടുക്കാം? അവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡയുടെ വാല്യൂ 1 ആണ്. അപ്പൊ 1 റൈസ് ടു എക്സ് വരും ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ, ലാംഡയ്ക്ക് 1 കൊടുത്തു ബൈ എക്സ് ഫാക്ടോറിയൽ വരും. 1ന്റെ പവർ ഏത് വന്നാലും ആൻസർ 1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 1 ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കിട്ടും നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടിയാൽ എന്താണ്? ഈ 100 സാമ്പിളിന് ഒന്നിൽ കൂടുതൽ ഐറ്റം ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒന്ന് ഡിഫക്റ്റീവ് ആവും അല്ലെങ്കിൽ ഒന്നും ഡിഫക്റ്റീവ് അല്ലാത്ത കേസ്, അതായത് പ്രോബബിലിറ്റി ദാറ്റ് there are not more than one defective item ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ p ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എഫ് കൊടുക്കാം നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ. അപ്പൊ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ഇങ്ങനെ വേണം എക്സ്പ്രസ് ചെയ്യാൻ. എക്സ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0യും എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമുക്ക് നോട്ട് മോർ ദാൻ 1 ഡിഫക്റ്റീവ് എന്നാണ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 ആകാം
അല്ലെങ്കിൽ 1 ആവാം. എന്ന് പറഞ്ഞാൽ f(0) പ്ലസ് f(1) കണ്ടുപിടിക്കണം. നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച f(x) എത്രയാണ്? f(x) എന്ന് പറയുന്നത് e⁻1/x ആണ്. അപ്പം x-ന് 0 കൊടുത്താൽ f(0) കിട്ടുമല്ലോ. f(0) ഈക്വൽ ടു e⁻1/0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പൊ e⁻1/1 ഈക്വൽ ടു എത്ര വരും? e⁻1 വരും. ഇനി f(1) എങ്ങനെ കിട്ടും? x-ന് 1 കൊടുത്താൽ പോരെ. ഇവിടെ x-ന് 1 കൊടുത്തേ എന്ത് വരും? e⁻1/1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 ആണ്. അപ്പൊ ഈക്വൽ ടു -1 വരും. e⁻1. അപ്പൊ f(0)യും e⁻1 ആണ്. f(1)ഉം e⁻1 ആണ്. e⁻1 എന്ന് പറയുന്നത് നമുക്ക് 1/e എന്നെഴുതാം. അപ്പൊ 1/e പ്ലസ് 1/e അതിന്റെ രണ്ടിടത്തെ കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ന്യൂമറേറ്റർ പ്ലസ് 1 + 1 2 വരും. അപ്പൊ ആൻസർ 2/e വരും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെ വേണം പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യൻ വന്നാൽ എക്സാമിന് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. എ പോയിസൺ വേരിയേറ്റ് ഈസ് സച്ച് ദാറ്റ് p of x equal to 1 equal to 2 into probability of x equal to 2. Find probability of x equal to 0. അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ രണ്ട് കണ്ടീഷനും ഈക്വൽ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അപ്പൊ നോക്കിയാട്ടെ, p of x ഈക്വൽ ടു 1 അല്ലേ. അപ്പൊ p of x ഈക്വൽ ടു 1 എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയാട്ടെ. അപ്പൊ ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡിസ്ട്രിബ്യൂഷനാ? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടതായാണ് let the parameter of the Poisson distribution be lambda. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ എന്തായിട്ട് എടുക്കുന്നു? ലാംഡ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ f of x ഈക്വൽ ടു എന്തൊരു? ലാംഡ റേസ് ടു x ഇൻറ്റു e⁻⁻ ഫാക്ടോറിയൽ ആണ്. എക്സിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് p of x ഈക്വൽ ടു 1 ആണ്. p of x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? p of x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിസ്ട്രിബ്യൂഷനകത്ത് എക്സിന് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. അവിടെ എക്സിന് 1 കൊടുത്താൽ എത്ര വരും? ലാംഡ റേസ് ടു 1 ഇൻറ്റു e⁻1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു e⁻ വരും. അതാണ് x ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2. അപ്പൊ തമ്മിലല്ലേ പരസ്പരം ഈക്വൽ ആവുന്നത്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 കണ്ടുപിടിക്കാം. x ഈക്വൽ ടു 2 കിട്ടാൻ എന്ത് ചെയ്യണം? ഈ f of x നകത്ത് x വരുന്നത് 2 കൊടുക്കാം. അപ്പൊ എന്ത് വരും? ലാംഡ റേസ് ടു 2 ഇൻറ്റു e⁻2 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് p of x ഈക്വൽ ടു 2 കിട്ടി. അതിന്റെ കൂടെ എന്തുകൂടെ കണ്ടുപിടിക്കണം? 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനെ ഏതുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു ലാംഡ സ്ക്വയർ ഇൻറ്റു e⁻2 ഫാക്ടോറിയൽ വരും. നമുക്കറിയാം 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. അപ്പം ആ 2 ഈ 2 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? ലാംഡ സ്ക്വയർ ഇൻറ്റു e⁻ വരും. ഇതിന്റെ റിസൾട്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു e⁻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ഇൻറ്റു e⁻ ആയിരിക്കും. രണ്ടിടത്തും ഒരുപോലെ വന്നേക്കുന്ന e⁻ ക്യാൻസൽ ആക്കുന്നു. അപ്പൊ ലാംഡ ഈക്വൽ ടു ലാംഡ സ്ക്വയർഡ് വരുന്നു. ഓക്കെ, രണ്ട് സൈഡും ലാംഡ സ്ക്വയർഡ് മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഈ ലാംഡകൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ലാംഡ സ്ക്വയർഡ് മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഒരു ലാംഡ കോമൺ എടുത്താൽ ഇവിടെ ബ്രാക്കറ്റിൽ ലാംഡ വരും, മൈനസ് ലാംഡ കോമൺ ഇവിടെ 1. അപ്പൊ ലാംഡ ഇൻറ്റു ലാംഡ -1 ഈക്വൽ ടു 0. അതിന് ലാംഡ ഈക്വൽ ടു 0 പറയാം. അതുപോലെ ലാംഡ -1 ഈക്വൽ ടു 0. ലാംഡ -1 0 ആണ്. ലാംഡ ഈക്വൽ ടു 1 വരും. നമ്മുടെ പാരാമീറ്റർ ലാംഡ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകത്തില്ല. അതുകൊണ്ട് ലാംഡ എത്രേ ആകത്തുള്ളൂ? ലാംഡ ഇസ് ഈക്വൽ ടു 1 ആകത്തുള്ളൂ. അപ്പൊ നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? p of x ഈക്വൽ ടു 0 കാണണം. അപ്പൊ p of x ഈക്വൽ ടു 0 കാണാൻ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതിയത് എക്സിന് 0 കൊടുത്താൽ. അപ്പൊ p of x ഈക്വൽ ടു 0 ഈക്വൽ ടു ഇവിടെ ലാംഡയുടെ വാല്യൂ നമ്മൾ 1 ആണെന്ന് കണ്ടുപിടിച്ചു വെച്ചു. അപ്പൊ 1 റേസ് ടു x ഇൻറ്റു e⁻1 ഫാക്ടോറിയൽ ആണ്. x 0 ആയതുകൊണ്ട് എക്സിന് 0 കൊടുക്കാം. 1 റേസ് ടു 0 ഇൻറ്റു e⁻1 ഫാക്ടോറിയൽ. 1 റേസ് ടു 0 1 ആണ് ഇൻറ്റു e⁻1
സീറോ ഫാക്ടോറിയലും 1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 1 ഈക്വൽ ടു എത്ര വരും? 1/e വരും. അപ്പൊ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിന്റെ വാല്യൂ എത്ര കിട്ടി? 1/e കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ 2 എക്സാമ്പിളേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. നമുക്ക് ബാലൻസ് എക്സാമ്പിൾസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ.